മഴതോരും മുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ മൂത്ത സഹോദരിയുടെ വീട്ടിലേക്ക് ഇനി കൂടിക്കാഴ്ചയ്ക്ക് വിളിക്കുന്നത്. എന്തായാലും ബാലചന്ദ്രൻ വിളിക്കുന്നിടത്തേക്ക് അവർ വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊല്ലപ്പള്ളിയിലേക്ക് വരില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ ചെന്ന് വെള്ളമൊക്കെ കുടിച്ച് നല്ല സ്വീകരണമൊക്കെ ആയിരുന്നു. സംസാരിച്ചു. അപ്പോഴത്തേന് അളിയൻ വന്ന്, അളിയൻ പോലീസുകാരനാണ്. ഞാൻ അയാൾ ഡ്രസ്സൊക്കെ മാറാൻ പോയി. അതേ സമയത്ത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അലീനെ നീ പറഞ്ഞയക്കുമോ ഇല്ലയോ എന്നറിയാൻ മാത്രമാണ് വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കണമെന്ന് പറയും. അലീനെ പറഞ്ഞയക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക വേണ്ട, അത് നടക്കില്ല. അതല്ലാത്ത വേറെ എന്ത് വേണേലും നിങ്ങൾക്ക് എന്നോട് പറയാമെന്ന് പറയും. അവൾ എൻ്റെ ജീവൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞ് അവൾ എൻ്റെ മോളാണ്. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് ഒന്നും പറയണ്ടെന്ന് പറയും. അതെങ്ങനെ ശരിയാവണം, നിൻ്റെ ഭാര്യയും മക്കളൊക്കെ അല്ലേ വലുതെന്ന് പറയും. അലീനയും നീ തമ്മിൽ എന്ത് ബന്ധം എന്നൊക്കെ ചോദിക്കും. ബന്ധത്തിനെ കുറിച്ചൊക്കെ പറയാമെന്ന് പറയും. അതിന് മുന്നേ ഞാൻ ഗൾഫിൽ പോയിരുന്ന ഒരു 3 വർഷം വൈജയന്തി എവിടെയായിരുന്നു എന്ന് ചോദിക്കും. അപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ശിവേട്ടനൊരു വിറയലൊക്കെ വരുന്നു. അപ്പോൾ ശിവേട്ടൻ പറയുന്നത് അത് പിന്നെ അതൊക്കെ ഇതിന് ഇപ്പോൾ ഇവിടെ പറയണേന്ന് പറയും. അല്ല പറയേ എവിടെയായിരുന്നു എന്നറിയും. മൂത്ത സഹോദരനായ ഗംഗാധരൻ്റെ വീട്ടിലല്ലേ എന്നറിയും. മാലതീടത്തിൻ്റെ 2ാമത്തെ മോളുടെ പ്രസവമായപ്പോൾ സഹായിയായിട്ട് കൂട്ടിക്കൊണ്ടുപോയി അല്ലേ എന്ന് ചോദിക്കും. അപ്പോഴത്തേനും ശിവന് മൂട്ടിൽ തീയിട്ട പോലെ ആവണ്. ആകെ വെപ്രാളോ പരിഭ്രമോ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയില്ല. അത് മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളത് ബന്ധുക്കളാണല്ലോ, അതായത് കമലയുടെ സ്വന്തം ആങ്ങള അങ്ങനെയുള്ളവരൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര നാണക്കേടാവുന്നു. ബാലചന്ദ്രൻ എന്താണ് പറഞ്ഞു വരുന്നതെന്നൊരു പിടുത്തം ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ പറയുമെന്ന് പറയും. പറയും അതങ്ങനെയാണെന്ന് പറയും. എന്നിട്ട് പിന്നെ ബാലചന്ദ്രൻ ചാടി എഴുന്നേൽക്കണം. എന്നിട്ട് പറയും ഞാനേ ആ സമയത്ത് ഗൾഫിലായിരുന്ന സമയത്ത് ഒരു പെണ്ണിനായിട്ട് പ്രേമമായിരുന്നു, അവൾ ഞാനും പ്രാപിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അതിലുണ്ടായ മോളാണ് അലീന, എന്താ കുഴപ്പമുണ്ടോ, അതുകൊണ്ട് എൻ്റെ മോൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയും. അപ്പോൾ അത് സത്യമല്ല എന്നുള്ള കാര്യം നമ്മുടെ ശിവേട്ടന് മനസ്സിലാവുന്നുണ്ട്. എന്താണ് പറഞ്ഞു വരുന്നതെന്നും ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതേപോലെ വൈജയന്തിക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അനാവശ്യം പറയണോ നീ എന്ന് ചോദിക്കും. അനാവശ്യമോ? ഗംഗാധരേട്ടൻ്റെ ഫ്രണ്ട് സ്റ്റാലി പറയും, അയാൾ ഉദ്യോഗസ്ഥനല്ലായിരുന്നോ പട്ടാളത്തിലെ, അയാൾ അവർ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരലും രണ്ടുപേരും തമ്മിൽ കാണലും അടുക്കലും പ്രണയത്തിൽ ആവലും ശാരീരികമായിട്ടുള്ള ബന്ധം ഉണ്ടാവലും ബാക്കിയെന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട, എല്ലാം അറിഞ്ഞിട്ടാണ് ഞാനീ പറയണേന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ചാടി എഴുന്നേൽക്കുമ്പോൾ ആകെ അവിടെ മറ്റുള്ളവരൊക്കെ ഒപ്പം അങ്ങോട്ട് എഴുന്നേൽക്കണ്. കാരണം വൈജയന്തിനെ കുറിച്ച് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ ശിവങ്ങ് നിന്ന് ഉരുകണത് കണ്ടതോടുകൂടി തന്നെ അവർക്കൊക്കെ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നു, അങ്ങനെ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ മാറ്റത്തിന് പിന്നിൽ എന്താണെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങളുടെ സഹോദരിയോട് അടങ്ങി ഒതുങ്ങി എൻ്റെ വീട്ടിൽ കഴിയാമെന്നുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി, അല്ലെങ്കിൽ പലതും ഞാൻ വിളിച്ചു പറയുന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കിന്. വിളറി വെളുത്ത് ശിവേട്ടൻ ബന്ധുക്കളുടെ മുന്നിൽ ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.